ഈ പാഴ്സലാടി. ആരാ പാർവതി? ഞാനാ പാർവതി. ഇവിടെ ഒരു ഒപ്പ്. മീര പറഞ്ഞതുപോലെ ഇതൊരു വലിയ സമ്മാനമാണല്ലോ. പാറു, എന്തായിരിക്കും ഇതില്? എനിക്കെങ്ങനെ അറിയാം? തുറന്നു നോക്കിയാലല്ലേ അറിയൂ. ഞാൻ ഓപ്പൺ ചെയ്യാം. ഗന്ധർവന്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനേ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബെറ്റ് വെച്ചാലോ? ഇതിനകത്ത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്ക് ബാക്കി 3 പേരും കൂടെ വയറ് നിറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ റെഡിയാ. ഞാനും റെഡി. നീ എന്തൊന്നും പറയാത്ത? ഓ, ഇതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല പാറുകുട്ടി. ഓ, നമ്മൾ ഈ ബെറ്റ് വെക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആർക്കായാലും അറിയാൻ തിടുക്കുണ്ടാവില്ലേ? ക്ഷമിച്ചേ പറ്റൂ. ഓപ്പൺ ചെയ്യേണ്ട സമയമാവുമ്പോ ഞങ്ങൾ ഓപ്പൺ ചെയ്തോളാം. കിടന്ന് ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ബെറ്റൊന്നും വേണ്ടടി. പാറുക്കുട്ടിയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത്രയും വലിയ കവറിൽ അയക്കണമെങ്കിൽ ഡ്രസ്സായിരിക്കും. ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്ക. വീണ്ടും പാഴ്സൽ അയക്കുന്ന കാര്യം നന്ദൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കും ഡ്രസ്സാണെന്നാ തോന്നുന്നത്. ഹാഫ് സാരി ആയിരിക്കും. ഓപ്പൺ ചെയ്യാം. നിക്ക് ഒരു ലെറ്റർ അല്ലേ ഇത്? നിന്റെ മുന്നില് പ്രത്യക്ഷനാവൂന്ന് പറഞ്ഞിട്ട് ഗന്ധർവൻ നിന്നെ പറ്റിച്ചില്ലേ? അതിന് സോറി പറയാൻ വേണ്ടിയായിരിക്കും ഈ ലെറ്റർ എഴുതിയത്. നിന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയായിരിക്കും ഇത്രയും വലിയ ഗിഫ്റ്റ് അയച്ചത്. ആദ്യം ഈ ലെറ്റർ വായിക്കാം, എന്നിട്ട് ഗിഫ്റ്റ് നോക്കാം. എന്റെ സ്വപ്നങ്ങളിലെ നിത്യസാന്നിധ്യമായ എന്റെ പ്രിയപ്പെട്ടവൾക്ക്. ആഹാ, എന്താ തുടക്കം! കേക്കുമ്പോ കൊതിയാവുക. എന്റെ ഈ പുതിയ പ്രണയ സമ്മാനം ഞാൻ നിനക്ക് നൽകുന്ന വാക്കായി നീ സ്വീകരിക്കുക. ഈ വരികൾ വായിക്കുമ്പോ എന്താണ് ഞാൻ നിനക്ക് നൽകുന്ന വാക്ക് എന്ന് നീ മനസ്സിൽ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. എന്റെ ജീവശ്വാസമാണ് ഞാൻ നിനക്ക് നൽകുന്ന സമ്മാനം. എന്റെ മരണം വരെ എന്റെ ശ്വാസം നിനക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന വാക്ക്. ഗന്ധർവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇതിനകത്ത് അയാളുടെ ശ്വാസമാണെന്ന്. അല്ല, ഈ ശ്വാസം എങ്ങനെ പാഴ്സൽ അയക്കുക? ഹെയർപില്ലോ. ഇതിനകത്ത് എന്റെ ശ്വാസമുണ്ട്. എന്റെ ശ്വാസത്തോടൊപ്പം നീ നിന്റെ ശ്വാസവും ചേർക്കുക. നമ്മൾ ഇരുവരുടെയും ശ്വാസം ഒരുമിച്ച് ചേരുമ്പോ നമ്മുടെ പ്രണയവും ഒരുമിച്ച് ചേരും എന്ന് നിന്റെ ഗന്ധർവൻ, നിന്റെ മാത്രം ഗന്ധർവൻ. ഇതിലൊരു പ്രണയമുണ്ട് പാറു. എഴുത്തിലെ വരികളിലും പ്രണയമുണ്ട്, ഗന്ധർവന്റെ ഗിഫ്റ്റിലും പ്രണയമുണ്ട്. പക്ഷേ വെള്ള ധാവണിയെ കുറിച്ചോ വെള്ള വളകളെ കുറിച്ചോ ഇവളുടെ മുമ്പിൽ വരാതിരുന്നതിനെ കുറിച്ചോ ഒരു വരി പോലും ഗന്ധർവൻ എഴുതിയില്ലല്ലോ. അതെന്തുണ്ടായിരിക്കും? അതാ എനിക്ക് മനസ്സിലാവാത്ത. അതിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ എന്താ? പ്രണയ സമ്മാനം അയച്ചില്ലേ, അതുപോരെ. ദേ, ഇതിൽ അയാളുടെ ശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനോടൊപ്പം നിന്റെ ശ്വാസം കൂടി ചേരണം. ദേ, അതുകൊണ്ട് നീ ഇത് ഊതി വീർപ്പിക്ക. അപ്പൊ 2 പേരുടെയും ശ്വാസം ഒരുമിച്ച് ചേരും. നമ്മുടെ മുമ്പിൽ വെച്ച് ഇത് ഊതി വീർപ്പിക്കാൻ ഇവൾക്ക് നാണമായിരിക്കും. ചെല്ലും, അകത്ത് കൊണ്ടുപോയി ഊതി വീർപ്പിക്കും. ഓടി.
1 മിനിറ്റ്, ഒരു കാര്യമുണ്ട്. വാ. ഗന്ധർവന്റെ ശ്വാസത്തിന്റെ ഗന്ധമല്ല, ഗന്ധർവന്റെ സ്നേഹത്തിന്റെ മധുര ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗന്ധർവ, നീ ആരാ? നീ എവിടെയാ? നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഈ തലേണയ്ക്കകത്ത് നീ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്റെ ശ്വാസത്തിന്റെ ചൂട് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്.